ഞാൻ ഡോക്ടർ സുരേഷ് ഡേവിസ്, രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൻ്റെ വാൾവുകളിൽ തകരാറുണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ അത് ചികിത്സിച്ച് ഭേദപ്പെടുത്താം. ഹൃദയത്തിൻ്റെ വാൾവിൽ തകരാറെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു വലിയ ശസ്ത്രക്രിയയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നെഞ്ച് തുറന്ന് ഹൃദയത്തെ സ്തംഭിപ്പിച്ച് വാൾവ് മാറ്റുന്ന ഒരു ശസ്ത്രക്രിയ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വളരെയധികം വിഭ്രാന്തി വരികയാണ്. ഈ ഓപ്പറേഷൻ നമ്മൾ എങ്ങനെ കടന്നു വരും? എത്ര ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും? അതിനുശേഷം നമുക്ക് ഈ ഓപ്പറേഷനിടയിൽ എന്തെങ്കിലും രക്തസ്രാവം, അണുബാധ ഉണ്ടാവുമെന്നുള്ളൊരു ചിന്ത. ഇത് കടന്നു വന്നാൽ തന്നെ എത്ര ദിവസം ശേഷമാണ് നമ്മൾ പഴയ പോലെ ഇതിൽ എത്തിച്ചേരുക എന്നിങ്ങനെ വളരെയധികം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകും. അതുപോലെ തന്നെ പ്രായമായ വ്യക്തികൾ, പ്രമേഹ രോഗികൾ, വൃക്കയുടെ അസുഖമുള്ള വ്യക്തികൾ, ഇവർക്കെല്ലാവർക്കും ഈ ഓപ്പറേഷൻ കടന്നു പോകുമ്പോഴുള്ള റിസ്ക് വളരെയധികമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്ര വലിയ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നൂതന ചികിത്സാ രീതി എന്ന രീതിയിൽ ട്രാൻസ് കത്തീറ്റർ വാൾ ഇംപ്ലാന്റേഷൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, തുടയിലെ സിലിണ്ടറിലൂടെ കത്തീറ്ററിൻ്റെ സഹായത്തോടെ കൃത്രിമ വാൾവുകൾ ഘടിപ്പിക്കുന്നതിനെയാണ് ട്രാൻസ് കത്തീറ്റർ വാൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇത് ആദ്യമായി തുടങ്ങിയത് അയോർട്ടിക് വാൾ എന്ന വാൾവിലായിരുന്നു. അയോർട്ടിക് വാൾ മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടത് ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാൾവ് ഒന്നാണ് അയോർട്ടിക് വാൾ. അവിടെ നിന്ന് ശേഷമാണ് ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് രക്തം ഓടിയെത്തുന്നത്. ഈ വാൾ ചുരുങ്ങുന്നത് സാധാരണ 70, 80, 85 വയസ്സ് പ്രായമുള്ള വ്യക്തികളാണ്. അപ്പോൾ ഈ വ്യക്തികളോട് ഒരു ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനം വ്യക്തികളും അതിന് തയ്യാറാവാറില്ല. അപ്പോൾ ആ വ്യക്തികളിലാണ് ഈ ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൾ ഇംപ്ലാന്റേഷൻ ആദ്യമായി തുടങ്ങി വെച്ചത്. ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന രൂപത്തിൽ 1-2 മണിക്കൂർ കൊണ്ട് വളരെ സിമ്പിളായി ചെയ്യുന്ന പ്രൊസീജിയറാണെന്ന് കണ്ടപ്പോഴാണ് ഇത് ആദ്യമായി ഉപയോഗത്തിൽ വന്നത്. അപ്പോൾ പേഷ്യൻസിനോട്, നമ്മുടെ രോഗികളോട് സംസാരിക്കുമ്പോൾ അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇതൊരു വലിയ സർജറി അല്ല, നമുക്ക് 1-2 മണിക്കൂറിൽ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ പല വ്യക്തികളും, അത് കുടുംബത്തിൻ്റെ ഹെൽപ്പും കൂടിയുണ്ട്, അവരുടെ കൗൺസിലിംഗ് കൂടിയുണ്ട്, അതിനുശേഷം ഇതിന് തയ്യാറാവുന്നു. അതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇവരെ OPD മടങ്ങി വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, ഡോക്ടറെ ഇത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയാണെങ്കിൽ ഇത് നേരത്തെ അങ്ങോട്ട് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ് കാത്തീറ്റർ വാൾ ഇംപ്ലാന്റേഷൻ വളരെ ലളിതമായും നൂതനവുമായിട്ടുള്ള ഒരു വാൾവിൻ്റെ ചികിത്സാ രീതിയാണ്. ഇന്ന് ഇത് അയോർട്ടിക് വാൾവിൽ നിന്നും മറ്റു വാൾവുകളിലേക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇന്നും ഇപ്പോൾ വേറൊരു ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നത് പണ്ട് കാലത്തിട്ടിരുന്ന, കുറച്ച് കാലങ്ങൾക്കായിട്ട് നമ്മളിടുന്ന ബയോപ്രോസ്തെറ്റിക് വാൾവുകൾ. അപ്പോൾ ഈ ബയോപ്രോസ്തെറ്റിക് വാൾവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് 10-15 കൊല്ലങ്ങൾക്ക് ശേഷം അത് ജീർണിച്ച് അതിൻ്റെ ഫങ്ഷൻ കുറയുന്നു. അപ്പോൾ ഇനിയൊരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. നേരത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി വാൾവ് മാറ്റാൻ മറ്റൊരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ കണ്ടീഷനിലും നമുക്ക് വേണമെങ്കിൽ ഈ ട്രാൻസ് കത്തീറ്റർ വാൾവുകൾ അവിടെ കൊണ്ടുപോയി ഘടിപ്പിക്കുന്നതാണ്. ഇത് വളരെ ഇവർക്കൊരു വലിയൊരു ആശ്വാസമാണ്. നേരത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തികൾക്കൊരു വലിയൊരു ആശ്വാസമാണ് ഇനിയൊരു ഓപ്പറേഷനും ഇല്ലാതെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, ഈ ഇടതുവശത്ത് വാൾവുകളെ പോലെ വലതുവശത്ത് വാൾവുകളിലും നമുക്ക് ലീക്കുകൾ ഉണ്ടാവാറുണ്ട്. ഈ വലതുവശത്ത് വാൾവിലെ ലീക്കുകൾ ചികിത്സിക്കുക കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ ഓൾറെഡി ഇടതുവശത്തെ വാൾവിന് ഓപ്പറേഷൻ കഴിഞ്ഞ പല വ്യക്തികളിലുമാണ് ഈ വലതുവശത്തെ വാൾവിൽ ലീക്കുകൾ കാണാം. ഇതിനെ ഇന്ന് പുതിയ രീതിയിൽ നമ്മുടെ ഹാർട്ടിൻ്റെ വലതുവശത്ത് വരുന്ന 2 പ്രധാനപ്പെട്ട രക്തനാളങ്ങൾ, സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ, അവിടെ വാൾവുകൾ ഘടിപ്പിക്കുന്ന വഴി നമുക്ക് ലീക്കുകൾ ഇല്ലാതാക്കുന്നു. ഈ ലീക്ക് ഉണ്ടാകാതിരിക്കുമ്പോൾ നമ്മുടെ കാലിൽ നീര്, വയറ്റിൽ തടിപ്പ്, കിതപ്പ്, കാർഡിയാക് സിറോസിസ് എന്നീ കണ്ടീഷനെല്ലാം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു.
ഇത് വളരെ കുറച്ച് കേസുകൾ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് ഇത് പ്രധാനപ്പെട്ടമായിട്ട് ചെയ്തു തുടങ്ങിയത്. നമുക്ക് രാജഗിരി ഹോസ്പിറ്റൽ സംബന്ധിച്ചോളം അഭിമാനിക്കാവുന്ന കാര്യം കേരളത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ വാൾ ഇംപ്ലാന്റേഷൻ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് നമുക്കാണ്. അത് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അതുപോലെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വാൾവുകളുടെ ട്രാൻസ്കത്തീറ്റർ വാൾവുകളുടെ ചിലവിനെ കുറിച്ചാണ്. തുടക്കത്തിൽ നമ്മളെല്ലാ വാൾവുകളും മറു രാജ്യങ്ങളിൽ നിന്ന് പുറത്ത് രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാൾവ് ഇംപ്ലാന്റേഷൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ചിലവ് വളരെ അധികമായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ തന്നെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പോലെ മറ്റ് പല കമ്പനികളും വളരെ ക്വാളിറ്റിയുള്ള നമ്മളിപ്പോൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിറ്റി വാൾവുകൾ നമ്മൾ ഉണ്ടാക്കി തുടങ്ങി. അതിനുശേഷം ഈ വാൾവിൻ്റെ ഓപ്പറേഷൻ്റെ ചിലവ് പണ്ടത്തെന്തെങ്കിലും പകുതിയായി കുറയ്ക്കാൻ സാധിച്ചു. എൻ്റെ വിശ്വാസം അടുത്ത 5-10 കൊല്ലങ്ങൾക്ക് ശേഷം ഇതിൻ്റെ വില ഇനിയും കുറയ്ക്കാനും ഈ ലഭ്യത എല്ലാവർക്കും കിട്ടാനും സാധ്യതയുണ്ട്. ഇനി ഈ ട്രാൻസ്കത്തീറ്റർ വാൾവിൻ്റെ ഉപയോഗം ഇനിയും എല്ലാ തവണയും കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ വാൾവുകളും ഇനിയൊരു 10-20 വർഷം കഴിയുമ്പോൾ ഓപ്പറേഷൻ കൂടാതെ വാൾവ് ഇംപ്ലാന്റേഷൻ എല്ലാവരിലും സാധ്യമാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഹാർട്ടിൻ്റെ വാൾവുകൾക്ക് തകരാറുണ്ടെന്ന് വരുമ്പോൾ നിങ്ങളാരും നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് ഇന്ന് പുതിയ രീതിയിലുള്ള ട്രാൻസ്കത്തീറ്റർ വാൾ ഇംപ്ലാന്റേഷൻ ഇന്ന് ലഭ്യമാണ്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.